എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ പള്ളിക്കുട്ടമേ എന്ന് പറയുന്ന കുട്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഏകദേശം 2 തവണ BSc നഴ്സിംഗ് അഡ്മിഷന്, അതായത് +2 കഴിഞ്ഞ് ഞാൻ ആദ്യം BSc നഴ്സിങ്ങിന് ഗവൺമെൻറ്റിൽ അലോട്ട്മെൻറ്റിന് വെച്ചു. എനിക്ക് അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് മതിലകം SH നഴ്സിംഗ് കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ചേർന്നു. ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. 2016 ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. ഞാനവിടെ ചേർന്നു. എനിക്ക് തുടർന്നൊരു 2 മാസം എനിക്കവിടെ പഠിക്കാം. എനിക്കറിയത്തില്ല എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഏത് വർഷമാണ്? 2019 ആണോ? 2016, 17 ആ വർഷത്തിലാണ് ഞാൻ SH ചേർന്നത്. 2 വർഷം എൻ്റെ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. ആണല്ലേ? അങ്ങനെ ഞാനവിടെ ചേർന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എന്നെ തന്നെ ഒരു വല്ലാത്ത ഭാരം വന്നങ്ങ് മൂടുക. പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങ് ആകപ്പാടെ വിഷമമായി. ഞാനങ്ങ് കരച്ചിലോ, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് അവിടുത്തെ കഴിക്കാൻ തോന്നുന്നില്ല. അത് മനസ്സിലെന്തോ ഒരു ഭാരം, അകപ്പാടെ വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്. എൻ്റെ രൂപമൊക്കെ വേറൊരു രൂപമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് സഹിയിട്ട് എനിക്ക് പറ്റുന്നില്ലാതായി. ഞാൻ അവിടുന്ന് കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ വന്ന് 1 വർഷം എല്ലാവരും എന്നോട് ചോദിക്കുക എന്താ ഇനിയും പ്ലാൻ. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുക. എന്തായാലും അടുത്ത വർഷം ഒന്നുകൂടെ ചേരാം എന്നൊരു രീതിയിൽ തന്നെ ഞാൻ ആ 1 വർഷം വീട്ടിൽ തന്നെ ഇരുന്നു. 2ാം വർഷം ആ ഇയർ കഴിഞ്ഞു. പിന്നെയും അടുത്ത ഇയറിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിഷൻ അടുത്ത വർഷത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് BSc നഴ്സിംഗിന് തന്നെയാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ മുത്തൂറ്റ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എനിക്ക് അതിലും കിട്ടി. ഞാൻ അവിടെ ചെന്ന് ചേരുമ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കോളേജിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം, എനിക്ക് എന്തോ ഒന്ന് വന്ന് എന്നെ അങ്ങ് തളർത്തിക്കളയുന്ന പോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റാതെ വന്ന് കോളേജിൽ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ തന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ പേരൻസ് ആകെപ്പാടെ തകർന്നു പോയി. ഞാൻ ഒരു കൊച്ചേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അവരെന്നെ വളർത്തുന്ന, പക്ഷേ എനിക്കും പറ്റുന്നില്ലാത്ത അവസ്ഥയിലായി. അവരെന്നെ വന്ന് വീണ്ടും അവർ സർട്ടിഫിക്കറ്റ് അഡ്മിഷനെല്ലാം ക്യാൻസൽ ചെയ്തു. സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തന്നു. ഞാൻ വീണ്ടും 1 വർഷം ഓൾറെഡി പോയി. ഇത് 2nd ഇയർ ആണ്, 2ാമത്തെ വർഷമാണ്. എന്നിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അയ്യോ എന്ത് ചെയ്യും ഇനി, അയ്യോ ഇങ്ങനായി, എന്താ ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എൻ്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളൂ വഴി. എനിക്കിനി നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ മുമ്പിൽ നോക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്, എനിക്ക് ആത്മഹത്യ ഉള്ളൂ വഴി എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ വരാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ചൊവ്വാഴ്ചകളിൽ പപ്പ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ കൂടി എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയമായി. ഇനിയിപ്പോൾ ഒരു പുതിയ അഡ്മിഷൻ അതൊന്നും സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പുറത്തേക്ക് നഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ എടുത്തിരുന്ന ഏജൻറ്റിൻ്റെ നമ്പർ ഞങ്ങൾക്ക് ഒരാൾ വഴി കിട്ടി. അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു, ഒരു സീറ്റെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു സീറ്റുണ്ട്. ബാംഗ്ലൂരിൽ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റുണ്ട്, പക്ഷേ ഇച്ചിരി പൈസ കൂടുതലാകും, നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പോയപ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അവിടെ ചെന്നപ്പം പതിയെ വരുന്നുണ്ട് ഓരോ മനസ്സ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പുസ്തകം തുറക്കുമ്പോൾ അങ്ങ് കരച്ചില്ല, എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. പഠിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയായി ഞാൻ അവിടെ എങ്ങനെയോ ഒക്കെ 2-3 മാസം കഴിഞ്ഞു. അങ്ങനെ ഡിസംബർ ക്രിസ്മസ് വെക്കേഷനായി. ക്രിസ്മസ് വെക്കേഷൻ എനിക്ക് ആദ്യമൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥനയോടൊന്നും ഞാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത, പള്ളിയിലൊന്നും വലുതായിട്ടൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഡിസംബറിൽ വെക്കേഷൻ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുവാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ വാതുക്കയിൽ SH പഠിക്കുമ്പോഴും ഇതിൻ്റെ വാതുക്കൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ അവിടെയാണ് നിന്നത്. അവിടെ ജനക്കൂട്ടം ഇഷ്ടം പോലെ ജനമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അവിടെ നിൽക്കാനേ പറ്റിയത്. അപ്പം അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയുടെ അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് നീങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ വന്നിട്ടൊരു തലകറക്കം പോലെ വന്നു. ഞാൻ അവിടെ മോന്തയും കുത്തിയടിച്ച് വീണു. അച്ഛൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ എൻ്റെ നെറ്റി കുത്തി
കയറാനുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറേ ചെരുപ്പുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിനപ്പുറം വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞാൻ മോന്തയും കുത്തി അടിച്ച് വീണു. അതിൻ്റെ നെറ്റിലെ പാട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഇങ്ങനെ നെറ്റ് ഇങ്ങനെ രണ്ടായിട്ട് പിടർന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒലിച്ചോണ്ട് ഞാൻ 5 മിനിറ്റ് ഇവിടെ വന്ന് നിന്നുള്ളൂ കൃപാസനത്തിൽ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചിട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. അന്ന് എനിക്ക് വന്നിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് മുഴുവനായിട്ട് ഇവിടുത്തെ കർമ്മങ്ങളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വന്നു. പിന്നെ ഞാൻ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കോളേജിൽ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊറോണയൊക്കെ വന്നു. പിന്നെ കൊറോണ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഓൺലൈനായി ക്ലാസ്സൊക്കെ. അങ്ങനെ ഒരു സമയത്താണ് ഓൺലൈൻ ഉടമ്പടി ഇവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗമായിരുന്നു, എനിക്ക് BSc നഴ്സിംഗ് എങ്ങനെയും ഒന്ന് പാസ്സാകണേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ മണിക്കൂറുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നപ്പം തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എക്സാമിൻ്റെയൊക്കെ സ്റ്റഡി ലീവിന് ഓരോരുത്തരൊക്കെ വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇരുന്ന് അങ്ങ് പഠിക്കുക. എനിക്കതൊന്നും പറ്റുന്നില്ല. ഞാൻ ആ സമയത്തും കൂടി ഇരുന്ന് എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ദൈവമേ എനിക്ക് നീ മാത്രമുള്ള ആശ്രയം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും വിളിച്ച് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു. അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് എല്ലാവരും കരയുവായി, എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. തോക്കുമെന്ന് ഉറപ്പായി. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പോലും കറക്റ്റായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ. കാരണം അതുപോലെ നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നിടം വരെ എനിക്കറിയത്തില്ല ഈ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ എഴുതുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സമയമാകുമ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അങ്ങോട്ട് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ആരൊക്കെയോ വന്ന് പറഞ്ഞു തരുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അങ്ങനെ ആ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും എങ്ങനെ എഴുതി തീർത്തു ആ ബുക്ക്ലെറ്റ് എന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം കർണാടകയിൽ അത്രയും 100 കോളേജ് ഉണ്ടായിരുന്നതിൽ വെറും 13%, അതായത് 100%-ൽ വെറും 13% മാത്രമേ പിള്ളേർ കർണാടകയെ ജയിച്ചുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ 80 പിള്ളേർ എഴുതിയെങ്കിൽ 15 പിള്ളേർ മാത്രമേ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പാസ്സായുള്ളൂ. അതിൽ ഡിസ്റ്റിങ്ഷനോട് എൻ്റെ ദൈവം എന്നെ പാസ്സാക്കി. എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ കോളേജിലും ക്ലാസ്സിലും യൂണിവേഴ്സിറ്റിയിലും വെച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷനോടെ തന്നെ പാസ്സായി. പിന്നെ രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ചേച്ചിയുടെ മോന് 4 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് നിയോഗം വെച്ചത് ചേട്ടനൊരു കൊച്ചിനെ കൊടുക്കണേന്നായിരുന്നു. അപ്പോൾ അവർ അയർലൻഡിലാണ്. അപ്പോൾ അവർക്ക് കൊച്ചുങ്ങളില്ലാതെ വിഷമിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം ചേച്ചി ഒരു പെൺകൊച്ചിന് ജന്മം കൊടുത്തു, ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുത്തു.